ഏതായാലും വയനാട്ടിൽ നടന്ന ആ അടിച്ച പിള്ളേരെ തൂക്കിയിട്ടുണ്ട് പോലീസ്. തൂക്കിയാലും അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എത്രത്തോളം എന്നത് പരിമിതമുണ്ട്. കാരണം പ്രായപൂർത്തിയാവാത്ത പിള്ളേരാണല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ അഭിപ്രായം രക്ഷിതാക്കളെയാണ് ശിക്ഷിക്കേണ്ടത്, തടങ്കലിൽ ഇടേണ്ടത്. നേരെ ജയിലിലേക്ക്, ജാമ്യം കിട്ടാതെ ജയിലിലേക്കാണ് തള്ളണം രക്ഷിതാക്കളെ. ഇവിടെ സ്കൂട്ടി അല്ലെങ്കിൽ സ്കൂട്ടർ, ബൈക്ക് ഒന്നും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഇപ്പോൾ ഓടിക്കൂല. കാരണം പേടിയാണ്, ഭയങ്കര പേടിയാണ്. രക്ഷിതാക്കൾ അതിനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. കാരണം രക്ഷിതാക്കളെ അകത്തിടും, ഫൈനും കൊടുക്കും, അകത്തിടും. അതുകൊണ്ട് രക്ഷിതാക്കൾക്കാവുമ്പം അതിൻ്റേതായ ഇതേപോലുള്ള ക്രിമിനൽസിന് ഫുള്ളായിട്ട് നല്ല അച്ചടക്കം നൽകും എന്നുള്ളതാണ്. ഏതായാലും ഇവരെ തൂക്കിയെന്ന് നമുക്ക് പറയാം, പക്ഷെ അതിനൊക്കെ ശിക്ഷയ്ക്കൊരു കണക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും എനിക്ക് പറയാനുള്ളത്, ബൈക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിപ്പം ദൂരത്തേക്ക് എങ്ങോട്ടും ഓടിക്കുന്നില്ലല്ലോ. ആ ഓടിക്കാത്ത കാരണം രക്ഷിതാക്കൾ രക്ഷിതാക്കൾക്കുള്ള ഭയം കൊണ്ടാണ്. അവർക്ക് ബൈക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴും അവർ കൊണ്ടുപോകും, അത് കൊടുക്കൂല. അത് മാത്രമല്ല, അതേ ശിക്ഷ ഈ കാര്യങ്ങൾക്കൊക്കെ നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ രക്ഷിതാക്കൾ കൃത്യമായിട്ടുള്ള അവർക്കുള്ള ബോധം കൊടുക്കും. അപ്പം പിന്നെ ആ കുട്ടികൾ ഒരിക്കലും ആ പണി ചെയ്യില്ല. അത് മാത്രമല്ല, രക്ഷിതാക്കൾ തടങ്കലിലാവും എന്നുള്ള ഭയം ഈ കുട്ടികൾക്കുണ്ടാവും. കാരണം വായിലിടാൻ വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ കൊടുക്കണ്ടേ. അവരകത്തായി കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് വായിലിടാൻ കിട്ടൂല എന്നുള്ള ബോധമൊക്കെ അവർക്കുണ്ടാവും. അത് മാത്രമല്ല, ഇവർക്ക് ഈ ചെറുപ്രായത്തിലെ ഫോണാണ് ഇവരെ കയ്യിൽ കിട്ടുന്നത്. എന്നിട്ട് അടിയും കുത്തും കാണാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്. എല്ലാ ക്രിമിനൽ പശ്ചാത്തലങ്ങളും ഇവരെ മനസ്സിൽ കയറ്റുന്നുണ്ട് ഇവർ. അതുകൊണ്ടാണ് ഇവർ ഇമ്മാതിരി കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതിന് രക്ഷിതാക്കളെ തന്നെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ലാത്ത പക്ഷം ഈ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, ഇവർ ഭാവിയിൽ വലിയ ക്രിമിനൽസായി മാറും, ഗുണ്ട നേതാക്കന്മാരായി മാറും, ഇവർ ഗുണ്ടകളായി മാറും. ഈ രാജ്യത്ത് ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കൂല. അതിന് ഇപ്പോഴേ അടക്കവും ചിട്ടയും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഈ രാജ്യം വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് അതിന് ഏറ്റവും നല്ല മാർഗം ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറയുകയാണെങ്കിൽ ശിക്ഷ നൽകുന്നത് രക്ഷിതാക്കളെ ആയിരിക്കണം. വാപ്പനെ അല്ലെങ്കിൽ ഉമ്മനെ വാപ്പുണ്ടെങ്കിൽ വാപ്പനെ, വാപ്പില്ലാന്നുണ്ടെങ്കിൽ ഉമ്മനെ നേരെ തടങ്കലിലാക്കണം. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാവും. ഒറ്റ കുട്ടികൾ ഒരു ഇമ്മാതിരി തെമ്മാടിത്തരം ചെയ്യൂല എന്നുള്ളതാണ്. അതിന് സർക്കാരും പോലീസും അതിന് മുൻകൈ എടുക്കണം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതിന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് എതിർക്കാം. കാരണം കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം. അത് രക്ഷിതാക്കളെ കടമയാണ് കുട്ടികളെ വളർത്തേണ്ടത്. അപ്പം കുട്ടികളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. അവരതിന് ഭവിഷ്യത്ത് അനുഭവിക്കും വേണം. എന്നാൽ തന്നെ ഈ രാജ്യം നന്നാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം.